ലോകത്തെ ഞെട്ടിച്ച് ഖത്തറിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആക്രമിച്ചത് 5 രാജ്യങ്ങളെയാണ്. സ്ഥിരമായി ആക്രമണം നടക്കുന്ന ഫലസ്തീനിലെ ഗസ, അതുപോലെ ടുണീഷ്യ, ലെബനാൻ, സിറിയ, ഖത്തർ എന്നീ രാജ്യങ്ങളെയാണ് ഇസ്രായേൽ അധിനിവേശ സേന ആക്രമണം നടത്തിയത്. 5 രാജ്യങ്ങളുടെയും പരമാധികാരത്തിൽ കടന്നുകയറിയ ഇസ്രായേൽ നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഗസ നഗരം പിടിച്ചെടുക്കാനും 10 ലക്ഷം പലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാനുമുള്ള ആക്രമണം സ്ഥിരമായി തുടരുന്നതിനിടെയാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൂടി ഇസ്രായേൽ തങ്ങളുടെ അതിക്രമം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പുറമെ ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പലസ്തീനികൾ കൂടി പട്ടിണിയും കടുത്ത പോഷകാഹാരക്കുറവ് മൂലവും മരിച്ചു. കിഴക്കൻ ലെബനനിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 5 പേരെങ്കിലും കൊല്ലപ്പെടുകയും 5-ൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ നവംബറിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടെയാണ് ഈ കരാർ ലംഘിച്ച് ലെബനനിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബെക്കെ, ഹെർമൽ ജില്ലകളിലാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ട്. കുറഞ്ഞത് 8 വ്യോമാക്രമണങ്ങൾ ഈ പ്രദേശത്ത് നടത്തിയതായി ലെബനൻ ദേശീയ മാധ്യമങ്ങൾ അറിയിച്ചു. ഈ വർഷം ആദ്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് ഉടമ്പടി ഉണ്ടായിരുന്നിട്ടും 5 അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ അധിനിവേശം നിലനിർത്തി ലെബനന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ദിവസേന ആക്രമണം തുടരുകയാണ്. ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിലെ 4000-ലധികം പേർ കൊല്ലപ്പെടുകയും ഏകദേശം 17,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ പടിഞ്ഞാറൻ സിറിയയിലെ ഹോംസ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തീരദേശ നഗരമായ ലതാക്കിയയിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തി. ഇസ്രായേലും സിറിയയും തമ്മിൽ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. രാജ്യത്തുടനീളം നടക്കുന്ന നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് സിറിയൻ സർക്കാർ കുറ്റപ്പെടുത്തി. ആക്രമണത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് കണക്ക്. ടുണീഷ്യയിൽ ഗസയിലേക്ക് സഹായവുമായി വരുന്ന ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില സംഘത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണമുണ്ടായത്. ടുണീഷ്യൻ തുറമുഖമായ സിഡി ബൗ സെയ്ദിൽ തങ്ങളുടെ പ്രധാന കപ്പലിൽ ഒരു ഡ്രോൺ ഇടിച്ചുകയറി തീപിടുത്തമുണ്ടായതായി, എന്നാൽ അതിലെ എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും GSF അറിയിച്ചു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുംബർഗ് നയിക്കുന്ന സംഘത്തിൻ്റെ നേരെയാണ് ആക്രമണം ഉണ്ടായത്. യുദ്ധക്കെടുതിയും ക്ഷാമവും നിറഞ്ഞ ഗസയിലെ ഇസ്രായേൽ ഉപരോധം തകർക്കാൻ വേണ്ടി പുറപ്പെട്ട 350ഓളം സന്നദ്ധ പ്രവർത്തകർ 50-ലധികം ബോട്ടുകളിലായി പോകുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണമുണ്ടായത്. ഈ ആക്രമണങ്ങൾക്ക് പുറമെയാണ് കഴിഞ്ഞ ദിവസം അറബ് രാഷ്ട്രമായ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചെന്ന പേരിൽ നടന്ന ആക്രമണത്തിൽ ഹമാസിന്റെ നേതാക്കളായ ഖലീൽ അൽ-ഹയ്യ, ഖാലിദ് മിഷൽ, സഹർ ജബാറിൻ എന്നിവരെയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും ഇവർ പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ ഖലീൽ അൽ-ഹയ്യയുടെ മകൻ ഹമാം അൽ-ഹയ്യ, ഖലീലിൻ്റെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലുബാദ് എന്നിവർ കൊല്ലപ്പെട്ടു. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ഇസ്രായേൽ നടത്തിയത് ഭീരുത്വപൂർണമായ ആക്രമണമാണെന്നാണ് സംഭവത്തിൽ ഖത്തർ പ്രതികരിച്ചത്. അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ അപലപിക്കുകയും ഇസ്രായേൽ അധിനിവേശം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ക്രിമിനൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ ദോഹയിൽ വെച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽ ഹമദ് അൽത്താനിയുമായി UAE പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയതായി UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും പ്രാദേശിക സമ്മർദ്ദത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് UN ചീഫ് അറ്റോർണി ഗുട്ടറസ് പറഞ്ഞു. ആക്രമണത്തെ പോപ്പ് ലിയോ അപലപിച്ചു. ഇറാൻ, ജോർദാൻ, സിറിയ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിൽ അപലപിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്.